ഒരു യു എസ് ബി പാനൽ ഒരു പഴയ റേഡിയോയിൽ ചെയ്തതാണിപ്പോൾ ഇത്. അപ്പോൾ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കൂടി ഇതുകൊണ്ട് എടുത്താണ്. അപ്പോൾ ബാക്കിൽ വെക്കാലോ. ഇനി ഇത് അടയുന്നില്ലെങ്കിൽ ഇത് അടഞ്ഞു. ഓക്കെ, വരില്ല. ഗമ്മ് ക്ലീൻ ചെയ്യാം. ഈ മൈക്ക് വയർ കിറ്റിനോട് കിട്ടുന്ന എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ ഓക്സ് ഇൻപുട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇൻപുട്ടുള്ള സപ്ലൈ റെഗുലേറ്റ് ചെയ്തെടുത്തു. ഒരാളോ വളരെ സിമ്പിൾ അങ്ങനത്തെ ബ്ലൂടൂത്ത് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് ഒരു BPL സാനിയോ CW111, അതായത് കൺസേർട്ട് സീരീസ് എന്നുള്ള ഒരു മോഡൽ 2-in-1 ആയിരുന്നു പണ്ട് മോഡലിൽ ഇറങ്ങിയിരുന്നത്. ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് പൊടിയാണ്. ഈ ബോർഡിനകത്തായിട്ടും ഈ ഇതിൻ്റെ അകത്തോട്ട് പൊടി വല്ലാണ്ട് കയറിയില്ല. അവിടെയൊക്കെ എയറോളിലൊക്കെ പൊടി. ഇതിനകത്ത് ഒരു സബ്വൂഫറുണ്ട്. അതായത് ഇവിടെ ഒരു സബ്വൂഫറുണ്ട്. അതിലേക്കുള്ള കണക്ഷനും സപ്ലൈ ചെയ്യും. ആ സബ്വൂഫറിൻ്റെ ബേസ് കൂട്ടാനുള്ള ഒരു കൺട്രോൾ എത്ര വർഷം മുമ്പാണ് നോക്കിയേ. അതിൻ്റെ എയറോളാണ് ഈ കാണുന്നത്. സബ്വൂഫറിൻ്റെ എയർ വരുന്നത് റൈറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഈ സ്പീക്കറിൻ്റെ ടെർമിനലാണ്. അത് തുറന്നിരിക്കുക. ഓക്കെ, അത് അടയ്ക്കണം. ഞാൻ ഒരു പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ധൈര്യമായിട്ട് ക്യാബിനറ്റ് ഇടുന്നത്. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ പണി കിട്ടും. ഇനി ഇതിൻ്റെ ഈ സബ്വൂഫറിൻ്റെ സൈഡിൽ സ്ക്രൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സ് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യാം. 3 വയറാണ് വരുന്നത്. 3 വയർ. സറൗണ്ട് ഓപ്ഷനുള്ള ഒരു ചെരിഞ്ഞിരിക്കുന്ന സ്പീക്കർ ഉണ്ടല്ലേ, ഇത് ബേസ് ഇത് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സറൗണ്ട് ഓൺ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് കണക്ഷനും സെപ്പറേറ്റ് ഓൺ ഓഫും. ഈ സ്പീക്കേഴ്സ് ഇങ്ങനെ ഈ സൈഡിലൂടെയാണ് ഇറക്കുന്നത് ലോക്കാക്കാൻ. ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ പലർക്കും അറിയാം. ഇത് 2 സ്പേസ് ഉണ്ട്. അത് ഇതിനകത്തോട്ട് വെക്കുകയാണ്. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഓക്കെ, ചുവപ്പ്, കറുപ്പ്, ഗ്രേ. അപ്പോൾ ചുവപ്പ് ഇവിടെ, കറുപ്പ്, ഗ്രേ. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. അപ്പം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാ ബ്ലൂടൂത്ത് പാനൽ ഓണാണ്. നമ്മൾ ലൈനിൻ എന്നുള്ള ഓപ്ഷനിലേക്കാണ് കൊടുത്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓണാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാം? ഇതിവിടെ കൊടുത്താലേ വരുള്ളൂ. ഓക്കെ, ലൈറ്റ്
അപ്പോൾ ഇനി ഇതിൽ ഇൻബിൽഡായിട്ടുള്ള FM ഉണ്ട്, റേഡിയോ അത്യാവശ്യം നല്ല ഔട്ടുണ്ടാവും. ഹാൻഡിൽ പൊട്ടിയിരിക്കുകയാണ്, ഒരു വയറ് കൊടുത്തേക്കാണ് ഇപ്പോൾ. ഓ മീഡിയം ബാൻഡ്. അപ്പോൾ നമ്മളെ റിമോട്ടിൽ ആ FM ആവശ്യമില്ല, ഇതിൽ ഇൻബിൽഡ് അടിപൊളി FM ഉണ്ട്. ഓക്സ് ഇവിടെ കിട്ടും, ആ ഓക്സ് ഒഴിവായല്ലോ. പിന്നെ ബ്ലൂടൂത്ത്, USB, SD കാർഡ്. ഇനി ബാലൻസ് ഉള്ള ഇനി മീഡിയം വേവ്. ഫുള്ള് വർക്കിങ്ങാണ്, റെഡിയാണ്. നമ്മളെ ഈ CFL പോലെയുള്ള ലൈറ്റുകളുടെയൊക്കെ പ്രശ്നം വല്ലാതെ ബാധിക്കും. അപ്പോൾ അതൊരു വിഷയമാണ്. FM ഒരു ഫൈനൽ ടെസ്റ്റ് കൂടി. ഈ ജാതി പാട്ട് കേൾക്കാൻ ഇതിലും നല്ലൊരു ഡിവൈസ് പറയില്ല. നമ്മൾ എത്ര തന്നെ വലിയ ഡിവൈസ് വാങ്ങിയാലും ഈ റിമോട്ട് വേറെ തന്നെ. ഏത് ഈ 2-in-1 പഴയ മോഡൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിന് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓക്സ് ഇൻപുട്ടിലേക്ക് ഒരു സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ അതിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇത് ഓക്സിനിലേക്ക് ഇടുമോ, ഇത് CD ലൈനിലേക്ക് ഇടുമോ അത് കണക്റ്റ് ആവും. ബാറ്ററി നമ്മളെ 12 വോൾട്ട് ഒന്ന് ട്രേസ് ചെയ്ത് ഒരു 5 വോൾട്ട് IC ഇട്ടിട്ട് ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തു. കട്ടിങ്ങും ഫിറ്റിങ്ങും നമുക്കിപ്പോൾ ഇതിലുള്ള പോലെയല്ല മറ്റൊന്നിൽ കിട്ടുക, അത് വ്യത്യാസം ഉണ്ടാവും. മൈക്ക് സോക്കറ്റ് ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. മൈക്ക് നമ്മൾ ഇതിൽ മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ആവും, എനേബിൾഡ്. ഇപ്പോൾ ഡിസേബിൾഡ് ആണ്, ഇപ്പോൾ എനേബിൾഡ് ആണ്. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അത് സ്വാഭാവികം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയൊക്കെയാണ് സംഭവം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാണോ? നല്ല ഇങ്ങനത്തെ പഴയത് കളയരുത് എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇനി ഒരുപാട് റേഡിയോ ഉണ്ട്, ഇപ്പോഴും വരുന്നു. നമ്മൾ റേഡിയോ നിർത്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചിലർ പറഞ്ഞ കാര്യമാണ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞത്. റേഡിയോ ഇഷ്ടം പോലെ ഒരു 3-4 റേഡിയോ ഇപ്പോൾ ഇവിടെ നിലവിൽ ഇനി കിടക്കുന്നത്. അത് വരുന്നു. അത് നമ്മൾ പഠിച്ചതായില്ലാണ്, അത് വരും. അത് വന്നാൽ പറ്റുമോ നോക്കും, പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കും. ഇതിത്രയും ഒരു 20 വർഷമൊക്കെ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഈ ഒരു ഡിവൈസ്, അതേസമയം നമ്മളിപ്പോൾ അടുത്തെങ്ങാനും വാങ്ങി അസംബിൾ ചെയ്ത ഒരു നാട്ടിൽ കിട്ടുന്ന അവൈലബിൾ ബോർഡും ഡെയിൻറ്റി സ്പീക്കേഴ്സും വെച്ചിട്ട് ചെയ്ത അതിനകത്തുണ്ടായൊരു പരാജയമുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം, അന്ന് കണ്ടു നോക്കിയപ്പോൾ.